Hi friends, welcome back to our class. Today I'm going to discuss the poem named On Killing a Tree, written by G.F. Patel. This is the second chapter in second unit. First of all, I would like to give you some information about G.F. Patel. You know, G.F. Patel was born in the year 1940. He is a prominent Indian writer in English and he was born in Mumbai. അദ്ദേഹം ഒരു പ്രോമിനൻറ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. മുംബൈയിലാണ് ജനിച്ചത്. ആൻഡ് ഹി ഈസ് അലൈവ് നൗ. ഹി ഈസ് വർക്കിംഗ് ആസ് എ ഡോക്ടർ. ഹി കണ്ടക്ട്സ് വർക്ക്ഷോപ്പ് ഓൺ പോയട്രി ഫോർ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന് വേണ്ടി പോയട്രി വർക്ക്ഷോപ്സ് ഒക്കെ അദ്ദേഹം കണ്ടക്ട് ചെയ്യാറുണ്ട്. Patel is a member of a group that has subscribed to the Green Movement which tries to protect the environment. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിലനിൽക്കുന്ന ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന സംഘടനയിൽ ഒരു മെമ്പറാണ് അദ്ദേഹം. ഹിസ് പോയം, അദ്ദേഹത്തിൻ്റെ പോയംസൊക്കെ എപ്പോഴും പിക്ചറൈസ് ചെയ്യുന്നത് ഡീപ്പ് കൺസേൺസ് ഫോർ നേച്ചർ ആൻഡ് എക്സ്പോസ് മാൻസ് ക്രൂവൽറ്റി ടു ഇറ്റ്. അദ്ദേഹത്തിൻ്റെ പോയംസിൽ പലപ്പോഴും അദ്ദേഹം തീംസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് കൺസേൺസ് ഫോർ നേച്ചർ, പ്രകൃതിയോടുള്ള സ്നേഹം, ആൻഡ് എക്സ്പോസ് മാൻസ് ക്രൂവൽറ്റി ടു ഇറ്റ്, മനുഷ്യൻ്റെ ക്രൂവൽറ്റി ടുവേർഡ്സ് ദ നേച്ചർ. മനുഷ്യൻ പ്രകൃതിയോട് എത്രമാത്രം ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പോയംസിലൂടെ പിക്ചറൈസ് ചെയ്യാറുണ്ട്. ഹി ഈസ് നോട്ട് ഓൺലി a writer but also a painter too and has made many exhibitions. Okay, I told you the main themes in Patel's poetry are the problems of the human body, its frailty, absurdity and perishability. പട്ടേലിൻ്റെ G.F. പട്ടേലിൻ്റെ പോയംസിൽ പോയട്രിയുടെ മെയിൻ തീംസ് ആയിട്ട് പലപ്പോഴും വരാറുള്ളത് ഹ്യൂമൻ ബോഡി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ദൗർബല്യങ്ങൾ, അതിലുള്ള അബ്സേർഡിറ്റി, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ, ദ ഡെത്ത് ഓഫ് ദി ബോഡി, പെരിഷബിലിറ്റി, അതിൻ്റെ നമ്മുടെ ബോഡിയുടെ മരണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് പലപ്പോഴും അദ്ദേഹം പിക്ചറൈസ് ചെയ്യാറുള്ളത്. പിന്നീട് അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹീ സ്പീക്സ് അഗെയിൻസ്റ്റ് ദ ഇനീക്വാളിറ്റീസ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്ലാസ്. ജാതി മതങ്ങൾക്ക് എതിരായിട്ട്, ജാതി മതങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഇന്നീക്വാളിറ്റീസ്, അസമത്വത്തിനെതിരായിട്ട് അദ്ദേഹം ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട്. ആൻഡ് ഹീ ഈസ് വറീഡ് അബൌട്ട് ദ ഫെയ്റ്റ് ഓഫ് ദ സബാൾട്ടേൺ ഹു ആർ ഓൾവേസ് മാർജിനലൈസ്ഡ്. ഫെയ്റ്റ് ഓഫ് സബാൾട്ടേൺ, വളരെ താഴെ തട്ടിൽ നിൽക്കുന്ന ദളിത് വിഭാഗത്തിൽ നിൽക്കുന്ന ആ സമൂഹത്തിൻ്റെ ഫെയ്റ്റിനെ, വിധിയെക്കുറിച്ച് എപ്പോഴും അദ്ദേഹം വറി ചെയ്യാറുണ്ട്. അവരെപ്പോഴും മാർജിനലൈസ്ഡ്, നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നൊരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സബാൾട്ടേൺസ്, മാർജിനലൈസ്ഡ് സിറ്റുവേഷനെ കുറിച്ച് അദ്ദേഹം എപ്പോഴും വറി ചെയ്യാറുണ്ട്. ആൻഡ് ഹി ഈസ് ഓൾസോ അഗെയിൻസ്റ്റ് ദ വയലൻസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് പെയിൻ ദാറ്റ് വി വിറ്റ്നസ് എവ്രി ഡേ. അദ്ദേഹം എപ്പോഴും നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വയലൻസ്, അതുപോലെ കോൺഫ്ലിക്റ്റ്, വളരെ വലിയ സംഘട്ടനങ്ങൾക്കും വേദനകൾക്കും പെയിൻസിനൊക്കെ എതിരായിട്ട് അദ്ദേഹം ശബ്ദമുയർത്താറുണ്ട്. ഹീ ഈസ് ഓൾസോ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ലൈസ് ബിയോണ്ട് ഡെത്ത്. അതും അദ്ദേഹത്തിനെക്കുറിച്ച് ആശ്ചര്യപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഹീ ഈസ് ഓൾസോ ട്രൈസ്, ശ്രമിക്കാറുണ്ട് എന്തിന്, ടു ഫൈൻഡ് ഔട്ട് വാട്ട് ലൈസ് ബിയോണ്ട് ഡെത്ത്. ബിയോണ്ട് ഡെത്ത്, മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റിയും അദ്ദേഹം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആൻഡ് ദിസ് ഇസ് എ ഷോർട്ട് ആൻഡ് ബ്രീഫ് ഡീറ്റെയിൽസ് അബൌട്ട് G.F. Patel. I am repeating, G.F. Patel was born in the year 1940 in Mumbai. He is a prominent Indian writer in English. He is working as a doctor now. He is also a painter and has made many exhibitions. The main themes in Patel's poetry are the problems of human body, its frailty, absurdity and perishability.
ഹ്യൂമൻ ബോഡി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതിൻ്റെ ദൗർബല്യമായ കാര്യങ്ങൾ, അതിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, പെരിഷബിലിറ്റി, ബോഡിയുടെ മരണം, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. He speaks against the inequalities of caste and class and is worried about the fate of the subaltern who are always marginalized. നമ്മൾ മാർജിനലൈസ് ചെയ്ത് വെക്കുന്ന, എപ്പോഴും ഒരു ലിമിറ്റേഷൻ കൊടുക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന സബാൾട്ടേൺ ആയിട്ടുള്ള ദളിത് സമൂഹത്തിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെയധികം വേവലാതിപ്പെടാറുണ്ട്. ആൻഡ് ഹീ ഈസ് ഓൾസോ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ലൈസ് ബിയോണ്ട് ഡെത്ത്. ബിയോണ്ട് ഡെത്ത്, മരണാനന്തരം എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ചും കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. ഇത്രയുമാണ് ഗിയേവ് പട്ടേലിനെ കുറിച്ച് ചെറിയൊരു ഔട്ട്ലൈൻ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി നമുക്ക് ഓൺ കില്ലിംഗ് എ ട്രീ എന്ന പോയത്തിൻ്റെ സമ്മറി അതിലേക്ക് ചെറുതായിട്ടൊന്ന് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം പ്രൊവൈഡിങ് യു എ ഷോർട്ട് സമ്മറി ഓഫ് ദിസ് പോം. On Killing a Tree speaks about man's cruelty to trees. It describes step-by-step process of annihilating the tree. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച്, എൻവയോൺമെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ക്രുവൽറ്റി ടുവേർഡ്സ് നേച്ചർ, മാൻസ് ക്രുവൽറ്റി ടുവേർഡ്സ് നേച്ചർ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും, അല്ലേ? ലൈക്ക് ദാറ്റ് ഓൺ കില്ലിംഗ് എ ട്രീ സ്പീക്സ് അബൌട്ട് മാൻസ് ക്രുവൽറ്റി ടു ട്രീസ്. ഈ പോം എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? മനുഷ്യൻ്റെ മരങ്ങളോടുള്ള, പ്രകൃതിയോടുള്ള ക്രൂവൽറ്റിയെക്കുറിച്ചാണ്, ക്രൂരതയെക്കുറിച്ചാണ് ഈ പോയം സംസാരിക്കുന്നത്. ഇവിടെ ഒരു ട്രീ, ഒരു മരത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ഇല്ലാതെയാക്കാം, എങ്ങനെയാണ് നമ്മൾ ഇല്ലാതെയാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പോയിറ്റ് സംസാരിക്കുന്നത്. ഓക്കെ, ഓൺ കില്ലിംഗ് എ ട്രീ സ്പീക്സ് അബൌട്ട് മാൻസ് ക്രൂവൽറ്റി ടു ട്രീസ്. It describes step-by-step process of annihilating the tree. Annihilating means ഇല്ലായ്മ ചെയ്യുക. Annihilating the trees. ഒരു ട്രീ അല്ലെങ്കിൽ മരങ്ങളെ എങ്ങനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുവാണ് ഈ പോയത്തിലൂടെ അദ്ദേഹം. The tree has grown slowly, consuming the earth. It became strong by absorbing air, water and sunshine. It is deeply rooted in the soil. നമുക്കറിയാം എങ്ങനെ ഒരു മരം വളർന്നു വരുന്നത്. The tree has grown slowly, പതുക്കെ പതുക്കെ പതുക്കെ, കൺസ്യൂമിങ് ദ earth. ഏർത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിന് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്ത് കൺസ്യൂം ചെയ്ത് വളരെ പതിയെ പതിയെയാണത് വളർന്നു വരുന്നത്. അങ്ങനെ സൺഷൈൻ, വാട്ടർ, എയർ ഇതെല്ലാം അബ്സോർബ് ചെയ്തുകൊണ്ട് മരം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലിവിങ് ബീങ് ആയിട്ട് മാറുന്നു. ഇറ്റ് ഇസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ദ സോയിൽ. വളർന്നു വരുന്നതിനനുസരിച്ച് സോയിലിൽ അതിൻ്റെ റൂട്ട്, വേരുകൾ നന്നായിട്ട് ഉറപ്പിക്കുന്നു. Therefore, mere cutting off some upper part doesn't destroy it. അങ്ങനെ വേരുകൾ മണ്ണിൽ ഉറപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ പാർട്സ്, ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഒന്നും കട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനെ മുഴുവനായിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, നശിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഇറ്റ് ഹാസ് ദ പവർ ടു റെസിലിയൻസ്. അതിന് വീണ്ടും ജീവിച്ചു വരാനുള്ള, തിരിച്ചു വരാനുള്ള നല്ല ശക്തി അതിനുണ്ട്. റെസിലിയൻസ്, തിരിച്ചു വരിക, അതിജീവിച്ചു വരിക, അങ്ങനെയുള്ള പവർ അതിനുണ്ട്. സോ അങ്ങനെ പവർ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? മനുഷ്യർ ക്രൂരരായതുകൊണ്ട് തന്നെ, ക്രൂരന്മാരായതുകൊണ്ട് തന്നെ, സോ മാൻ കട്ട്സ് ആൻഡ് ട്രീ ആൻഡ് പുൾസ് ഔട്ട് ദി റൂട്ട്സ്. ബ്രാഞ്ചസ് ഒന്നും കട്ട് ചെയ്യാതെ വേരടക്കം അതിനെ പറിച്ചെടുക്കുന്നു, പിഴുതെടുക്കുന്നു. എന്നിട്ടോ ദ ടോർച്ചർ കണ്ടിന്യൂസ്. ആ മരത്തിനെ നമ്മൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? നമ്മൾ ആ മരത്തിനെ കഷ്ണങ്ങളാക്കി അതിനെ നമ്മൾ സൺഷൈനിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യുന്നു, ബ്രൗൺ കളറാക്കുന്നു, പിന്നെ അതിനെ ഹാർഡൻ ചെയ്യാൻ വേണ്ടി കെമിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നു. മനുഷ്യന് അറിയാഞ്ഞിട്ടല്ല ഇതൊന്നും നമ്മൾ മരത്തിനോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് മനുഷ്യൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ എന്താ കാരണം? അവന് ഗ്രീഡാണ്, അത്യാഗ്രഹമാണ്. അത്യാഗ്രഹം മനുഷ്യൻ്റെ തൊലിക്കട്ടി കൂട്ടിയ ആളാക്കി മാറ്റുകയാണ്, വികാരശൂന്യനാക്കി മാറ്റുകയാണ് മനുഷ്യനെ. ഈ ഒരു പോയത്തിൽ എങ്ങനെയാണ് ഒരു മരത്തിനെ ഇല്ലാതാക്കുന്നത് എന്നാണ് കവി
പറയുന്നതെങ്കിലും ഇതിലുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഒരു മരത്തിനെയും വെറുതെ നമ്മൾ കൊന്നുകളയരുത് എന്നുള്ളതാണ്. ഐ എം റിപ്പീറ്റിംഗ്. നമുക്കറിയാം, the tree has grown slowly consuming the earth. It became strong by absorbing air, water and sunshine. It is deeply rooted in the soil. Therefore, mere cutting off some upper part doesn't destroy it. It has the power of resilience. So, man cuts and tree pulls out the roots. The torture continues. He dries the tree in the sun and browns it and hardens it through some chemical processes. അതിനെ ഹാർഡൻ ചെയ്യാൻ നമ്മൾ ചില കെമിക്കൽ പ്രോസസ്സൊക്കെ നടത്തുന്നു. Man is not unaware of the virtues of trees, but his greed has made him callous and insensitive. നമുക്കറിയാഞ്ഞിട്ടല്ല, നമ്മൾ ഒരിക്കലും മരത്തിനോട് അങ്ങനെയുള്ള തിന്മകൾ ചെയ്യാൻ പാടില്ല എന്ന് അറിയാത്തതുകൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാ? We are greedy persons that has made us callous and insensitive. നമ്മളെ വളരെ തൊലിക്കട്ടിയുള്ളവരാക്കി, സെൻസില്ലാത്തവരാക്കി മാറ്റുന്നു, സെൻസിറ്റീവ് അല്ലാത്തവരാക്കി മാറ്റുന്നു. Though the poem tells us how to kill a tree, the message it gives is against such killing. എങ്ങനെയാണ് ഒരു ട്രീയെ കൊല്ലുന്നത് എന്നാണ് ഈ പോം നമ്മളോട് പറയുന്നതെങ്കിലും ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെസ്സേജ് എന്താണ്? ഒരിക്കലും ഇങ്ങനെയുള്ള കില്ലിങ്, ഇങ്ങനെയുള്ള ഇല്ലായ്മ ചെയ്യൽ നമ്മൾ നടത്താൻ പാടില്ല എന്നാണ്. The poem speaks of the resilience of nature in spite of the violence inflicted on it. എത്ര ക്രൂരമായിട്ട് നമ്മൾ പെരുമാറിയാലും അത് തിരിച്ചു വരിക തന്നെ ചെയ്യും. Okay, the poem also tells us what we should be persistent if we want to eradicate a problem. ഒരു മരത്തിനെ കൊല്ലുക എന്നുള്ള മിയർ തിങ് മാത്രമല്ല ഇതിൽ നമുക്ക് തരുന്നത്. മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് ഈ ഒരു പോം വായിക്കുമ്പോൾ മനസ്സിലാവും. എന്താ അത്? എങ്ങനെ ഒരു പ്രോബ്ലത്തിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ വളരെ ഒരു പ്രോബ്ലത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എങ്ങനെ നമ്മൾ നിലകൊള്ളണം, എങ്ങനെ നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു പോം വായിക്കുന്നതിലൂടെ. ഓക്കെ, ദ റൂട്ട്സ് ഓഫ് ദ പ്രോബ്ലം ടു ഷുഡ് ബി ഇറാഡിക്കേറ്റഡ്. ഒരു പ്രോബ്ലത്തിനെ മുഴുവനായിട്ട് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോബ്ലത്തിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം പോരാ. ദ റൂട്ട്സ് ഓഫ് ദ പ്രോബ്ലത്തിൻ്റെ വേരിനെ തന്നെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഇറാഡിക്കേറ്റഡ്. അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഈ ഒരു പോയറ്റ് നമുക്ക് നൽകുന്നുണ്ട്. ദെൻ ഈ പോയത്തിൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ, ദ ലാംഗ്വേജ് ഓഫ് ദി പോം ഈസ് സിമ്പിൾ. ഇറ്റ് അപ്പീൽസ് ടു അസ് ഈസിലി. നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് എ ടൈംലി പോം ദറ്റ് സ്പീക്സ് അഗെയിൻസ്റ്റ് ദ മൈൻഡ്ലെസ് ഡിഫോറസ്റ്റേഷൻ ദറ്റ് ഈസ് ഗോയിങ് ഓൺ ടുഡേ. ഇന്ന് നടക്കുന്ന ഡിഫോറസ്റ്റേഷനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ കവിതയിൽ. ഈ ഒരു പോയം ഇറ്റ് ഡസ് നോട്ട് preach and tells things in a matter of fact way. ഒരുപാട് വലിയ ഉപദേശങ്ങളൊന്നും, വലിയ മെസ്സേജസ്, അഡ്വൈസ് ഒന്നും ഈ പോം നമുക്ക് തരുന്നില്ല. സാധാരണ രീതിയിൽ നോർമലി കാര്യങ്ങൾ എങ്ങനെയാണോ പറഞ്ഞു പോകുന്നത് അതേപോലെ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് എ ഷോർട്ട് ഔട്ട്ലൈൻ ഓഫ് ദിസ് പോം. ഇനി നമുക്ക് ആ പോയത്തിൻ്റെ ലൈൻസ് ഒന്ന് ചെറുതായിട്ട് നോക്കാം. First of all, I would like to provide the short summary of first 9 lines, 1 to 9 lines. Okay, let me read it once. It takes much time to kill a tree. Not a simple job of the knife will do it. It has grown slowly, consuming the earth, rising out of it, feeding upon its crust, absorbing years of sunlight, air, water, and out of its leprous hide sprouting leaves. This is the first 9 lines. And എന്താ ഈ ഒരു ആദ്യത്തെ 9 ലൈൻസിൽ അദ്ദേഹം പറയുന്നത്? ഒരു മരത്തിനെ കൊല്ലാൻ നമുക്ക് ധാരാളം സമയം വേണം. ഇറ്റ് ടേക്സ് ടൈം ടു കിൽ എ ട്രീ. അത് നമ്മൾ പറഞ്ഞു,
ഏർത്തിൽ നിന്ന് പതിയെ പതിയെ ഗ്രോ ചെയ്ത് വളർന്നു വന്നതാണ്. അത് നമ്മുടെ മണ്ണിൽ നിന്ന്, സോയിൽ മേൽമണ്ണിൽ നിന്ന് വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് വളർന്ന് വലുതായതാണ്. വി നോ ദാറ്റ്. വർഷങ്ങളോളം സൂര്യപ്രകാശവും വായുവും ജലവും എല്ലാം വലിച്ചെടുത്ത് അത് വളരെ ഹാർഡൻ ചെയ്ത് അതിനെ ഹാർഡാക്കി ഭയങ്കരമായി കടുപ്പം തോന്നുന്ന രീതിയിൽ അതിൽ നിന്ന്, അതിൻ്റെ മരത്തിൻ്റെ തൊലിയിൽ നിന്ന്, സ്കിന്നിൽ നിന്നും ഇലകൾ പുറത്തേക്ക് വരുന്നു. എങ്ങനെയാണ് ഒരു ട്രീ വളർന്ന് വലുതായിട്ട് അതിൻ്റെ ജീവൻ വെച്ച് കാണിക്കുന്നത് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇറ്റ് ടേക്സ് ടൈം ടു കിൽ എ ട്രീ. അങ്ങനെ വലിയതായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം വേണം ഒരു മരത്തിനെ ഇല്ലായ്മ ചെയ്യാൻ. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ഗിവ് എ ഷാർപ്പ് കട്ട് വിത്ത് എ നൈഫ് ടു കിൽ ഇറ്റ്. ചെറിയൊരു കത്തി കൊണ്ട്, ഒരു ഷാർപ്പ് നൈഫ് കൊണ്ട് ഒറ്റ വെട്ടിനൊന്നും നമുക്കൊരു മരത്തിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി ഫ്രം എർത്ത്. ഇറ്റ് ഹാസ് ഗ്രോൺ ടാൾ ഫീഡിങ് അപ്പോൺ ദി ടോപ്പ് സോയിൽ. ടോപ്പ് സോയിലിൽ നിന്ന് വളവും വെള്ളവും എല്ലാം പതുക്കെ പതുക്കെ വർഷങ്ങളോളം എടുത്ത് വലിച്ചെടുത്ത് വളർന്നു വന്നതാണത്. ഇറ്റ് ഹാസ് അബ്സോർബ്ഡ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ ആൻഡ് വാട്ടർ ഫ്രം ഇറ്റ്സ് റഫ് ലുക്കിംഗ് ബാർക്ക്. ലൈക്ക് ദ സ്കിൻ ഓഫ് എ ലെപ്പർ ലീവ്സ് കം ഔട്ട്. അതിൻ്റെ പുറത്തെ തൊലിയിൽ നിന്നും സ്കിന്നിൽ നിന്നും ലീവ്സ് കം ഔട്ട്, ഇലകൾ പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പം അത്രയും വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു വൃക്ഷം, ഒരു ട്രീ അതിൻ്റെ പെർഫെക്റ്റായ ഗ്രോത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഒരു ഷാർപ്പ് നൈഫ് വെച്ചിട്ടൊന്നും ഒരു മരത്തിനെ കൊല്ലാൻ നമുക്ക് പറ്റില്ല. ഇതാണ് ഫസ്റ്റ് 9 ലൈൻസിൽ പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലൈൻസ് 10 to 18. അടുത്ത 9 ലൈൻസ് പറയുന്നത് സോ ഹാക്ക് ആൻഡ് ചോപ്പ് but this alone won't do it. Not so much pain will do it. The bleeding bark will heal, and from close to the ground will rise curled green twigs, miniature buffs, which if unchecked will expand again to former size. എന്താണ് അതിൽ പറയുന്നത്? നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നത് ഒരു ട്രീയെ കൊല്ലാൻ അതിനെ മുറിച്ചിട്ട് ഇങ്ങനെ പീസാക്കി കഷ്ണങ്ങളാക്കി മാത്രം പോരാ. അത്രയും വേദന മാത്രം മതിയാവില്ല ഒരു ട്രീ ഇല്ലാതെയാവാൻ. അതിൻ്റെ ബ്ലീഡിങ്, അതിന് രക്തമൊലിക്കുന്ന വേദനയിൽ നിന്നും ആ വേദനയിൽ നിന്ന് അത് മുക്തമാവണം, അത് റിക്കവർ ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് പുതിയ പുതിയ നാമ്പുകൾ, പുതിയ സ്മോൾ ട്വിഗ്സ് ആൻഡ് ലീവ്സ് ഓൺ ദം എന്നാണ്. പുതിയ നാമ്പുകളും പുതിയ ഇലകളുമൊക്കെ തളിർത്ത് വരും. അങ്ങനെ കാലക്രമേണ ഗ്രാജുവലി ആ നാമ്പുകൾ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് വീണ്ടും പഴയ മരമായിട്ട് പഴയ രൂപം തന്നെ വരും എന്നുള്ളതാണ് പറയുന്നത്. ടു കിൽ എ ട്രീ ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു കട്ട് ഇറ്റ് ഡൗൺ ആൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു പീസാക്കി മാറ്റിയാൽ മാത്രം പോരാ. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് മച്ച് പെയിൻ വിൽ നോട്ട് ബി ഇനഫ്. അത്ര വേദന കൊടുത്താൽ പോരാ, അതിനേക്കാളും വേദന കൊടുക്കുമ്പോഴാണ് ഒരു മരം ഇല്ലാതെയാവുന്നത്. ദ ബ്ലീഡിങ് ബാർക്ക് ഓഫ് ദ ട്രീ വിൽ ഹീൽ and from near the ground it will bring out small twigs with leaves on them. The bleeding bark of the trees, ഈ മരത്തിൽ നിന്നും ആ മരത്തിൻ്റെ കറ പുറത്തേക്ക് വരുന്നതിനെയാണ് ബ്ലഡായിട്ട് കണക്കാക്കിയത് കേട്ടോ. ദ ബ്ലീഡിങ് ബാർക്ക് ഓഫ് ദ ട്രീ വിൽ ഹീൽ, ആ മുറിവിൽ നിന്നും രക്തം വരികയും ഫ്രം നിയർ ദ ഗ്രൗണ്ട് ഇറ്റ് വിൽ ബ്രിങ് ഔട്ട് സ്മോൾ ട്വിഗ്സ് വിത്ത് ലീവ്സ് ഓൺ ദം. പിന്നീട് വീണ്ടും ചെറിയ നാമ്പുകളായിട്ട് അത് ഉടലെടുത്ത് അതിൽ നിന്ന് ചെറിയ ബ്രാഞ്ചസ് വീണ്ടും ഉണ്ടാവുന്നു. ദീസ് സ്മോൾ ട്വിഗ്സ് വിൽ ബിക്കം ബ്രാഞ്ചസ് അഗെയിൻ and the tree will grow back into its former size. അങ്ങനെ പുതിയ ചെറിയ നാമ്പുകൾ വന്നു, അത് വീണ്ടും ചെറിയ ബ്രാഞ്ചസ് ആയി മാറുന്നു, വീണ്ടും അതിൽ ഇലകൾ തളിർക്കുന്നു, പിന്നെയും അത് ഇറ്റ് വിൽ ഗ്രോ ബാക്ക് ഇൻ ടു ഇറ്റ്സ് ഫോമർ സൈസ്. ആദ്യം ഉണ്ടായിരുന്ന സൈസിലേക്ക് തന്നെ അത് എത്തുകയും ചെയ്യും. അപ്പോൾ ഒരു മരത്തിനെ കൊല്ലണമെങ്കിൽ ചെറിയ വേദനയൊന്നും കൊടുത്താൽ പോരാ, ഒരുപാട് വലിയ വേദന തന്നെ കൊടുക്കുമ്പോഴാണ് ഒരു മരത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നത്.
ദിസ് ഇസ് ദ സമ്മറി ഓഫ് ദ ലൈൻസ് 10 to 18. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. ലൈൻ 19 to 29. നെക്സ്റ്റ് 10 ലൈൻസ്. No, the root is to be pulled out of the anchoring earth. It is to be robbed, tied and pulled out, snapped out or pulled out entirely, out from the earth cave and the strength of the tree exposed. The source, white and wet, the most sensitive, hidden for years inside the earth. എന്താ പറഞ്ഞത്? ഒരു മരത്തിനെ കൊല്ലാൻ ഒരൊറ്റ വെട്ട് മാത്രം പോരാ. നോ, ഇറ്റ്സ് നോട്ട് ഇനഫ്. പിന്നെ എന്ത് വേണം? മരത്തെ കൊല്ലാൻ അതിൻ്റെ വേരുകൾ ഭൂമിയിൽ നിന്ന് നമ്മൾ പിഴുതെടുക്കണം. ടു റിയലി കിൽ എ ട്രീ, ഇറ്റ്സ് റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട് ഓഫ് ദി ആങ്കറിങ് എർത്ത്. അതിനെ പിടിച്ച് നിലനിർത്തുന്ന ഭൂമിയിൽ നിന്നും അതിൻ്റെ വേരിനെ പിഴുതെടുക്കണം. പുൾഡ് ഔട്ട് ദ റൂട്ട്സ്. അതുകൊണ്ട് തന്നെ അതിനെ കയറുകൊണ്ട് കെട്ടി വലിച്ച് പിഴുത് മാറ്റണം. അത് പിഴുതെടുക്കുമ്പോൾ ആ മരത്തിന് ശക്തി ലഭിച്ചത് വേരിൽ നിന്നാണെന്ന് മനസ്സിലാകും. കാരണം അത്രത്തോളം ശക്തിയുള്ള വേരുകളായിരിക്കും, അത്രത്തോളം ശക്തിയുള്ള റൂട്ട്സ് ആയിരിക്കും അതിനുണ്ടാവുന്നത്. ആ വേരുകളെല്ലാം വെളുത്തതും നല്ല നനവുള്ളതും നല്ല സെൻസിറ്റീവുമായിരിക്കും. സ്ട്രോങ് ആൻഡ് സെൻസിറ്റീവ്, നല്ല സ്ട്രെങ്ത് ഉള്ളതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കാരണം എന്താ? അത് ഭൂമിക്കടിയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുവാണ്, ഒളിച്ച് നിൽക്കുവാണ് അല്ലേ? നോ, ഇറ്റ്സ് നോട്ട് എനഫ് ടു റിയലി കിൽ എ ട്രീസ്. ഇത് നമ്മൾ ഒരു മരം കൊല്ലുന്നത് എങ്ങനെയാണെന്നല്ല പഠിപ്പിക്കുന്നത്, ഒരു മരത്തിനെ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് തരുന്ന മെസ്സേജ് ഒരിക്കലും ഇത്തരത്തോളമുള്ള ഇത്രയും വേദനിപ്പിക്കുന്ന രീതിയിൽ മരത്തിനോട് നമ്മൾ മനുഷ്യർ പെരുമാറാൻ പാടില്ല എന്നുള്ള മെസ്സേജാണ് തരുന്നത് കേട്ടോ. To really kill a tree, its root is to be pulled out of the anchoring earth. എന്നിട്ടോ it is to be robbed, tied and pulled out in pieces or removed fully from the cave of the earth. അതിനെ ആ മരത്തിനെ കയറുകൊണ്ട് റോപ്പ് കൊണ്ട് കെട്ടിയതിന് ശേഷം പീസാക്കി അല്ലെങ്കിൽ മുഴുവനായിട്ട് കേവ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉള്ളറയിൽ നിന്നും അതിനെ പുറത്തേക്ക് വലിച്ചിടണം. When it is pulled out, it can be seen that its strength comes from its strong roots. നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ അതിൻ്റെ സ്ട്രോങ് റൂട്ട്സ് കാണുമ്പോഴാണ് ഈ മരത്തിന് ഇത്രയും ശക്തി കിട്ടിയത്, ഇത്ര ശക്തിയുള്ള റൂട്ടിൽ നിന്നാണെന്ന് മനസ്സിലാവുന്നത്. ദ റൂട്ട്സ് ആർ വൈറ്റ്, വെറ്റ് ആൻഡ് മോസ്റ്റ് സെൻസിറ്റീവ്. അതിൻ്റെ കാരണം എന്താ? ദേ ഹാവ് ബീൻ ഹിഡൻ ഫോർ ഇയേഴ്സ് ഇൻസൈഡ് ദി എർത്ത്. ഭൂമിക്കുള്ളിൽ, ഭൂമിയുടെ അറകൾക്കുള്ളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആണ്, സെൻസിറ്റീവാണ്, വൈറ്റ് കളേർഡാണ് ആൻഡ് വെറ്റാണ്. ഓക്കെ, ഇതാണ് ആ ലൈൻസിൽ പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ട് ലൈൻ 30 to 35 നോക്കുവാണെങ്കിൽ, ദെൻ ദ മാറ്റർ ഓഫ് സ്കോച്ചിങ് ആൻഡ് ചോക്കിംഗ് when sun and air, browning, hardening, twisting, withering and then it is done. എന്താ പറയുന്നത്? എങ്ങനെയാണ് ശരിക്കും നമ്മൾ അതിനെ കൊല്ലുന്നത്? ഒരിക്കൽ ഒരു വൃക്ഷത്തിനെ വേരോടെ പിഴുതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ വെയിലത്തിട്ട് ഉണക്കി അതിനെ നമ്മൾ ശ്വാസം മുട്ടിക്കുകയാണ് ശരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കളറെല്ലാം മാറി അതിലുള്ള അതിലുള്ള ജലാംശം എല്ലാം നഷ്ടപ്പെട്ട് അതിങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പിലേക്ക് എത്തും. എന്നിട്ട് അതിനെ നശിപ്പിക്കും. ഇതോടെ ഒരു മരത്തിന് കൊല്ലുന്ന പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുന്നു എന്നാണ് പറയുന്നത്. വൺസ് ദ ട്രീ ഇസ് പുൾഡ് ഔട്ട് വിത്ത് ഇറ്റ്സ് റൂട്ട്സ്, ഒരിക്കൽ അതിനെ പിഴുതെടുത്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് സ്കോച്ചിങ് ആൻഡ് ചോക്കിങ്. സ്കോച്ചിങ് ആൻഡ് ചോക്കിങ് മീൻസ് അതിനെ ഉണക്കുക, അതിനെ ശ്വാസം മുട്ടിക്കുക ഒക്കെയാണ്. in the sun and air. Then it browns, hardens, കളർ മാറ്റുന്നു. അതിനെ ഹാർഡൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കെമിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നു. ട്വിസ്റ്റസ് ആൻഡ് വിതേഴ്സ്, അതോടുകൂടി അത് വളഞ്ഞു പൊളഞ്ഞ് നശിച്ചു പോവാണ്. അപ്പോഴോ നൗ ദ കില്ലിംഗ് പ്രോസസ് ഇസ് കംപ്ലീറ്റ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നതോടെ ഒരു മരത്തിനെ നമ്മൾ കൊന്നു എന്ന് തന്നെ പറയാം. വി കിൽഡ് എ ട്രീ. അപ്പോൾ അത്രയും വേദനിപ്പിച്ചുകൊണ്ട് ഒരു മരത്തിനെ നമ്മൾ ഒരിക്കലും കൊല്ലാൻ പാടില്ല. ശരിക്കും
റിയലി ഈ ഒരു പോയത്തിൽ എങ്ങനെയാണ് ഒരു മരത്തിനെ കൊല്ലുന്നത് ആ പ്രോസസ്സാണ് പറയുന്നത്. പക്ഷേ ഈ പോയം നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇത്രയും ക്രൂരമായ രീതിയിൽ, ഇത്രയും മൃഗീയമായ രീതിയിൽ നമ്മൾ നേച്ചറിനോട്, മരങ്ങളോട്, പ്ലാന്റ്സിനോട്, നമ്മുടെ എൻവയോൺമെൻറ്റിനോട് നമ്മൾ പെരുമാറാൻ പാടില്ല, അങ്ങനെ നമ്മൾ ഗ്രീഡി ആവാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദിസ് poem on killing a tree. I think this is a short and simple poem. ഇന്ന് നമുക്കിടയിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ വളരെയധികം പിക്ചറൈസ് ചെയ്ത് നമുക്കത് പഠിക്കാൻ പറ്റും. ഈ ഒരു ചെറിയ പോയത്തിലൂടെ വലിയൊരു മെസ്സേജാണ് GF പട്ടേൽ നമുക്ക് തരുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് എവ്രി വൺ ഓഫ് യു അണ്ടർസ്റ്റുഡ് വെരി വെൽ. കീപ് ഹെൽത്തി, be happy, stay tuned and study. We will meet again with another topic on the next class. Thank you so much.